ജന്മനാട് സ്ഥലം ട്രിവാൻഡ്രമാണ്. ഇന്ന് ഈ പ്രസന്റേഷൻ കേൾക്കാമെന്ന് എല്ലാവരും എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം, ഞാൻ ആദ്യം എന്തിനാണോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടം ഉണ്ട്. അതിന് പകരം ഇവിടെ ഇരുന്നത് ക്ലിയർ ചെയ്ത് പോകണമെന്ന് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ഒരു IT കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡയറക്ടറായിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ എനിക്ക് എന്തിനാണ് ഈ ബിസിനസ്സിലേക്കുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നോ പാർക്ക് നിങ്ങൾക്കറിയാം, അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലഘട്ടം എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. അതായത് ടെക്നോ പാർക്ക് എന്നില്ല, സെക്രട്ടേറിയറ്റ് എന്നില്ല, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് പാർട്ട് അതിനകത്ത് ടെക്നോ പാർക്കിലെ ഇൻകം സ്റ്റോപ്പ് ആയപ്പോഴും ഒരു വരുമാനം ഇതിൽ കൂടെ വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, എവിടെയാണ് ഇൻകം വരുന്ന സ്ഥലം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ അവസ്ഥ നമ്മൾ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അല്ല വരാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നും. വീട്ടിന്റെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ടുള്ള സാഹചര്യം, പഴയ വീഡിയോയിൽ കണ്ടാൽ നമുക്കിപ്പോ തമാശയായിട്ടൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് എന്റെ ഇൻകം നിലയ്ക്കാതെ വരാൻ തുടങ്ങിയ ഒരു സോഴ്സിൽ നിന്ന്, ആ സോഴ്സ് ഇൻഡസ്ട്രി ആയിരുന്നു. ഒരു കാരണമുണ്ട്, ഇല്ലെങ്കിൽ ഒരു കാരണമുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റുകൾ കേന്ദ്ര ഗവൺമെന്റ് എസെൻഷ്യൽ ഐറ്റത്തിൽ അതിൽ അത്യാവശ്യ വസ്തുവായിട്ടാണ് ഏർപ്പെടുത്തിയിരുന്നത്. പ്രോഡക്റ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊറിയറിൽ വീട്ടിലെത്തും, അത് പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു, ബിൽഡ് ചെയ്തു. ഇന്ന് ആക്ച്വലി ഇന്ന് നോക്കുന്ന സമയത്ത് ഇന്ന് ഈ കാണിച്ച സ്ലൈഡിലുള്ള എല്ലാ ഇന്റർനാഷണൽ ട്രിപ്പുകളും പോകാൻ കഴിഞ്ഞു. 70 ലക്ഷത്തിന് പുറത്തൊരു പ്രോഫിറ്റ് സംസാരിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ എന്തിനാ ഈ ബിസിനസ് ഏറ്റെടുക്കണം എന്നുള്ള എന്റെ റീസൺ ആയിരിക്കില്ല നിങ്ങളുടെ റീസൺ. എന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, ഇതൊരു പാസീവ് ഇൻകം ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു ജോബ്, എന്റെ ഒരു കസിൻ പൈലറ്റ് ആണ്, എന്റെ ഫാമിലിയിൽ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു IPS ഓഫീസേഴ്സ് ഉണ്ട്, പലരും ഉണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, അവരുടെ ഇൻകം ഒരു കാലഘട്ടം കഴിയുന്ന സമയത്ത്, താഴേക്ക് പോകുന്ന സമയത്ത് എന്റെ ഇൻകം എല്ലാ വർഷവും 30% വളർന്നുകൊണ്ടിരിക്കും. അതിന് കാരണം നമ്മൾ നിൽക്കുന്ന മേഖല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും $2 ട്രില്യൺ ഇൻഡസ്ട്രിയായ വെൽനസ് ഇൻഡസ്ട്രിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് സർവീസ് ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. ജോലി കഴിഞ്ഞാൽ ഒരു പെൻഷൻ കിട്ടുന്നു, മിലിറ്ററിക്കാരൊക്കെ ഇരിപ്പുണ്ട്. ആ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും സാലറിക്കാണ് താഴെയായിരിക്കും, ശരിയല്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ 3 വർഷം ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്, ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരെ കണ്ണടച്ച് വിശ്വസിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, അന്ധന്മാർ ആക്സിഡന്റിൽ പെട്ട വാർത്ത ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടാവില്ല. കാര്യം വേറെ ഒന്നുമില്ല, അവരെ ഇതുവരെ കാണാത്തൊരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്തൊരു വ്യക്തി വന്ന് കയ്യിൽ പിടിച്ചിട്ട് പറയാൻ, ഞാൻ നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവർ ആ കൈ പിടിച്ച് നടക്കാൻ തയ്യാറായത് കൊണ്ടാണ്. നമുക്ക് എല്ലാ കണ്ടും കാണാം, എല്ലാ കഴിവുണ്ട്, നമ്മൾ നോക്കുക, ചാടും, വണ്ടിയടിച്ച് ചാവും. സോ ആദ്യം വേണ്ടത്, നിങ്ങളെ ഇട്ടിരിക്കുന്ന ഉടുപ്പിനെ പോലെ വിശ്വാസമില്ലാത്ത ആൾക്കാരെന്നുള്ള മലയാളികളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് കൊണ്ടുവന്ന ആൾ ആദ്യം വിശ്വസിക്കാൻ തയ്യാറായാൽ തുടങ്ങുമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഫെബ്രുവരി 19 ലീഗൽ സൈഡ് പറയണമെങ്കിൽ, ഫെബ്രുവരി 19 നിങ്ങൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ ഇതിനകത്ത് മോണിറ്ററി മെക്കാനിസത്തിന്റെ ലീഗൽ സൈഡാണ് പറയുന്നത്, 2021 നിയമമാക്കി, കേന്ദ്ര ഗവൺമെന്റ് നിയമമാക്കിയ ഏറ്റവും വലിയൊരു മേഖലയാണിത്. $200 ബില്യൺ എന്ന് പറയുമ്പോൾ ലോകത്തില് ഏകദേശം 16 ലക്ഷം കോടി ടേണോവറുള്ള ഒരു മേഖല. വെറുതെ അല്ല ഗവൺമെന്റ് ഇതിനെ നിയമമാക്കിയത്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. 16 ലക്ഷം കോടി ടേണോവറുള്ള ഒരു മേഖല, അത് 2015 കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊരു നിയമമാക്കി, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ച 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. KPMG, FICCI ആണ്. KPMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇന്ത്യയിൽ എല്ലാ എയർപോർട്ടും ഓഡിറ്റ് ചെയ്യുന്നവരാണ്, നമ്മുടെ വേൾഡ് ബാങ്കിനെ ഓഡിറ്റ് ചെയ്യുന്നവരാണ്. ഇന്ത്യയിൽ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ട്. ഇന്ത്യയിൽ ടാറ്റ, റിലയൻസ്, ബിർള തുടങ്ങിയിട്ടുള്ള വമ്പൻ ഗ്രൂപ്പുകൾ. ഇവർ രണ്ടുപേരും കൂടെ കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിച്ചത്. ഇത് പഠിച്ചിട്ട് നിയമമാക്കി പറയാൻ പോലും അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യുക. KPMG, FICCI ഡയറക്ട് സെല്ലിംഗ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി പ്രോഗ്രാമിന് ശേഷം. അതിനകത്ത് പറയുന്നത്, ദിസ് ഇൻഡസ്ട്രി വിൽ ടച്ച് 64,500 crore by 2025. അതായത് നമ്മൾ സംസാരിക്കുന്ന 2025 ഒരു ക്വാർട്ടർ കഴിഞ്ഞു, അടുത്ത 3 ക്വാർട്ടർ കൂടെ ഉള്ളൂ. അത് ബാക്കി ഇപ്പൊ 20,000 കോടിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കി 40,000-ന് പുറത്ത് കോടി ടച്ച് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ കേട്ടത്, വേണമെങ്കിൽ ചെയ്യാമില്ലെങ്കിൽ പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെന്റിനും സ്റ്റേറ്റിനും ടാക്സ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ
തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അടുത്ത ഓരോ വർഷം കഴിയുന്ന യങ്സ്റ്റേഴ്സ് ഇന്നിപ്പോ BBA സെമസ്റ്റർ ആണ്, BCom ഓൾറെഡി ഇതിന് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് സബ്ജക്ട് ആണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്രോജക്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പ്രായമൊന്നും ഒരു വിഷയമല്ല. ചില ആൾക്കാർക്ക് തോന്നുന്നു എന്റെ പ്രായം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ഒന്നും നോക്കണ്ട, നിങ്ങൾ തുടങ്ങിയാൽ മതി. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്താൽ ഒരു 3 വർഷം കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് പറയാം ഒരു റോഡിനോ പ്രോഫിറ്റും, പിന്നെ നിങ്ങൾ കൈയെടുത്താലും ഒരു 2 ലക്ഷത്തിൽ കുറയാത്ത ഒരു റിട്ടയർമെന്റ് ഇൻകം അടിപൊളിയായിട്ട് കിട്ടും. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന സർവശക്തി ഇല്ലാത്ത അനുഗ്രഹങ്ങൾ തരട്ടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.